yeah, ever say we'll part. You scold and you were so bold. Yes, together, yeah, our love will grow old. നിങ്ങളും വരുന്നു എൻ്റെ സ്കൂളിലേക്ക്. എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി സ്വർഗ്ഗമാണ്. You may be a million miles away. Please believe. തലസ്ഥാന നഗരിയിലെ ആദ്യത്തെ ശിശു സൗഹൃദ ഉദ്യാന വിദ്യാലയമാണ് മണക്കാട് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യവും മെച്ചപ്പെടുത്തിയാൽ സർക്കാർ സ്കൂളുകൾ നേരിടുന്ന അനിശ്ചിതത്വത്തിന് പരിഹാരമാകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്കൂൾ. LKG മുതൽ 4 വരെയുള്ള ക്ലാസുകൾ ഇവിടെയുണ്ട്. ആയിരത്തി 1961 സ്ഥാപിതമായ ഈ സ്കൂൾ സർവശിക്ഷാ അഭിയാന്റെ സ്കൂൾ ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതിയിലൂടെ 2009 ഫെബ്രുവരിയിലാണ് നവീകരിച്ചത്. കടന്നു വരുമ്പോൾ മുതൽ കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അക്കങ്ങൾ, അക്ഷരങ്ങൾ, ഗുണപാഠ കഥകൾ ഇതെല്ലാം ഈ സ്കൂളിലെ ക്യാമ്പസിനകത്ത് ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും അതുപോലെ അവരുടെ രക്ഷകർത്താക്കളും സ്കൂളിലേക്ക് ഒരു തള്ളിക്കയറ്റമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. സ്കൂൾ മുറ്റത്ത് ആകർഷണീയമായ പൂന്തോട്ടവും തടാകവും ഒക്കെ ഒരുക്കി വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ. കുട്ടികൾക്ക് കളിക്കൂട്ടുകാരായി മുയലുകളും അലങ്കാര മത്സ്യങ്ങളും വേറെ. പ്രകൃതി സൗഹാർദ്ദമായ ക്ലാസ് മുറികളാണ് മറ്റൊരു പ്രത്യേകത. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ലൈബ്രറി, വിജ്ഞാന വിനോദോപാധികൾക്കായുള്ള കമ്പ്യൂട്ടർ ലാബ്, കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു മിനി തിയേറ്റർ എന്നിവയൊക്കെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ SSIയുടെ ആയാലും കോർപ്പറേഷൻ്റെ ആയാലും ഒരുപാട് ഫണ്ട് നമുക്ക് ലഭിക്കാൻ ഇടയാവുകയും അതിനനുസരിച്ച് നമ്മുടെ സ്കൂളിന് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സ്കൂൾ കെട്ടിടങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. അതിനകത്തുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അതിവേഗമുള്ള പുരോഗതിയാണ് ഞങ്ങൾക്കുണ്ടായത്. അതിനനുസരിച്ച് തന്നെ കുട്ടികൾക്കും അതിന് മാറ്റങ്ങളുണ്ടായി. അവരുടെ സ്കൂളിനോടുള്ള ആറ്റിറ്റ്യൂഡ്, മറ്റേത് സ്കൂളിൽ വരാൻ മടി പിടിച്ചിരുന്ന കുട്ടികളാണ്. ഇപ്പോൾ രാവിലെ രക്ഷകർത്താക്കൾ വിളിച്ച് പറയാറുണ്ട്, ടീച്ചറെ മോൾക്ക് പനിയാണ്, പക്ഷേ അവൾ വരാൻ നിർബന്ധം പിടിക്കുന്നു എന്ന് ഇങ്ങോട്ട് രക്ഷകർത്താക്കൾ വിളിച്ച് പറയുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് സ്കൂളിൽ വരാനുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ആദ്യമായി എത്തുന്ന ഒരാൾക്ക് കൗതുകത്തിനിട നൽകിക്കൊണ്ട് കുട്ടികളുടെ ഒരു ഊട്ടുപുര ഇവിടെ കാണാം. ഇവിടെ പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്, വൈകുന്നേരം പാലുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഈ അന്തരീക്ഷം, സ്കൂളിൻ്റെ അന്തരീക്ഷം വളരെയധികം ഇഷ്ടമാണ്. റിസോഴ്സ് സെന്റർ, ആരോഗ്യ പരിപാലനത്തെ മുൻനിർത്തി ഹെൽത്ത് റൂം, കൂടാതെ സംഗീതമുറി എന്നിവയും ഇവിടുത്തെ പ്രത്യേകതകളിൽ പെടും. കായിക ലോകത്തിലേക്കുള്ള കുട്ടികളുടെ അഭിരുചികൾ വളർത്തിയെടുക്കുന്നതിനായി വിപുലമായ പാർക്കും ഈ വിദ്യാലയത്തെ വ്യത്യസ്തമാക്കുന്നു. കൂടാതെ അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന സയൻസ് ലാബിന്റെ പണി പുരോഗമിക്കുകയാണിവിടെ. LKG, UKG വിഭാഗങ്ങളിൽ 3 ഡിവിഷനുകൾ വീതമുണ്ട്. ഈ 3 ഡിവിഷനുകളിലായി 210 കുട്ടികൾ പഠിക്കുന്നു.
പ്രകൃതിയോട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചുമർചിത്രങ്ങൾ, നയന മനോഹരങ്ങളായ ഇരിപ്പിടങ്ങൾ, കളിക്കോപ്പുകൾ, അവയുടെ ആകൃതിയിലുള്ള ബ്ലാക്ക് ബോർഡുകൾ, ഫിഷ് ടാങ്ക് തുടങ്ങിയവ ഈ ക്ലാസ് മുറികളിൽ കാണാം. ബാഗും ചപ്പലും അലസമായി ഇടാതെ അവ ചിട്ടയായി സൂക്ഷിക്കുന്നതിലേക്കായി സ്റ്റാൻഡും ക്രമീകരിച്ചിട്ടുണ്ട്. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ 16 ഡിവിഷനുകളിലായി 728 വിദ്യാർത്ഥികളും 17 അധ്യാപകരുമുണ്ട്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ സ്കൂള്. വിവിധ തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്ക് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ തന്നെ ഓരോന്നും ക്ലാസ്സിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. കുട്ടികൾ വളരെ ഇൻട്രസ്റ്റഡ് ആണ് അവരെല്ലാവരും അത് ചെയ്യുന്നതിന്. ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകുന്നുണ്ട്. മണക്കാട് സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിലുള്ള 4484 സർക്കാർ സ്കൂളുകളിൽ ഭൂരിഭാഗം സ്കൂളുകൾക്കും ഇന്ന് അന്യമാണ്. മിക്ക വിദ്യാലയങ്ങളിലും ആവശ്യത്തിന് അധ്യാപകരോ മതിയായ വിദ്യാർത്ഥികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല. ഇതുപോലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയാൽ ഈ കൊഴിഞ്ഞുപോക്ക് ഒരു പരിധി വരെ നിർത്തലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. സർക്കാർ സ്കൂളിലെ ടീച്ചർമാർ പോലും ഒരു അസൂയയോടുകൂടിയാണ് ഈ സ്കൂളിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വല്ല കോഴ്സിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ വളരെ ഒരു അസൂയയോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്കൂളിനെ കുറിച്ച് നിങ്ങൾ TTIയിൽ നിന്ന് വരികയില്ലേ, അവിടെ ഇത്രയും സൗകര്യങ്ങളുണ്ടല്ലോ എന്നുള്ള ഒരു ഇത് മറ്റുള്ളവർക്ക് ഉണ്ട്. പ്രീ പ്രൈമറിയിൽ തന്നെ LKG UKG 210 കുട്ടികൾ 6 ഡിവിഷനുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. ഡിസംബറിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നു ചേർന്നത്. ധാരാളം രക്ഷകർത്താക്കൾ നിരാശരായി അഡ്മിഷൻ കിട്ടാതെ പോയി വഴക്കുണ്ടാക്കിയ അവസ്ഥകൾ വരെ ഞങ്ങൾ അഭിമുഖീകരിക്കുകയുണ്ടായി. Flower said I wish I was a tree, the tree said I wish I could be a different. സർക്കാർ വിദ്യാലയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ ഇവിടെ തിരുത്തിക്കുറിക്കുകയാണ്. എല്ലാ സർക്കാർ സ്കൂളുകളും ഇത്തരത്തിലായാൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാകും. And in the sea there is a fish that has a secret wish, a wish to be a big cactus with a pink flower on it. And in the sea there is a fish that has a secret wish, a wish to be a big cactus with a pink flower on it. Of love to the desert, and the desert so dry and lonely that the creatures all appreciate the effort. Et le jackalope buddy, je voudrais être un yeti pour voler dans la nuit.